കരങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് സമർപ്പണത്തോട് ഇന്ന് രാത്രിയിലേക്ക് ദൈവത്തിലേക്ക് കടന്നു നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ ദൈവമേ അടികളെ സമർപ്പിക്കും. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി ഈ സന്ധ്യയിൽ ഞങ്ങളുടെ സന്നിധിയിൽ വരുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കിയല്ലോ. ദൈവത്തിന്റെ കരുണയ്ക്കായി ഒരു യോഗ്യതയില്ലാതെ യോഗ്യതയുള്ളവരാക്കി കരങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് സമർപ്പണത്തോടെ പാടി ദൈവത്തെ ഒന്ന് അല്പസമയം ശബ്ദമായി പാട്ടിന്റെ അടികൾ പാടും. അതിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കി ഏകാഗ്ര ഹൃദയത്തോടെ നമ്മുടെ ഹൃദയം ദൈവത്തിനെ പകർന്ന് അല്പസമയം ശബ്ദമായി ദൈവത്തെ ഒന്ന് ആരാധിച്ചാണ്.
അഴലേറും ജീവിതമരുവിൽ നീ തടയുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തടയുകയോ ഇനി സഹജേ.
Thank
അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ പാടി ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആത്മീയ വിടുതൽ പ്രാപിപ്പാൻ സ്വർഗമിടയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായ സ്തോത്രം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 28-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യമാണ് വായിക്കുന്നത്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുത്. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആമേൻ ആകാതിരിപ്പാൻ തന്നെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. വിളിച്ചപേക്ഷിക്കാൻ ദാവീദിന് ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരും ദാവീദിനില്ല. എല്ലാവരും ഉണ്ട് ദാവീദ്. സ്വന്തം അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ആമേൻ അഭിഷേകം ചെയ്ത് രാജാവായി ആമേൻ ദൈവം വാഴിച്ചു കഴിഞ്ഞപ്പോ രാജ്യത്തിന്റെ പ്രഭുക്കന്മാർ, ഹല്ലേലൂയ സ്തോത്രം, എല്ലാവരും ഉണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാ? പാറയായവൻ, സ്തോത്രം, അവൻ സങ്കേതമായവൻ, കോട്ടയായവൻ, സ്തോത്രം, അവൻ ദാവീദിന് പാറയായവൻ, അവൻ ദൈവം മാത്രമാണ്. സ്തോത്രം. ആ ദൈവത്തിൽ ആശ്രയിച്ച ദാവീദ് അവൻ തകർന്നു പോകുവാനോ, അവൻ ഭയന്നു പോകുവാനോ, അവൻ തന്റെ ജീവിതത്തിൽ കഴിയാതെ പോയതിന്റെ കാരണം അവൻ പാറയായവൻ, അവൻ തന്നോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. ആ ഉറച്ച വിശ്വാസത്തോടെ ദാവീദ് വിളിച്ചപേക്ഷിക്കുക. ദൈവമേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുത്, നീ കേൾക്കാതിരിക്കരുത്. ദൈവമക്കളെ, ദാവീദും ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ടായിരുന്നു. ഭാവേ, ആ ബന്ധം നമുക്ക് ഇന്ന് രാത്രി ഉണ്ടോ? ദൈവമേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് കേൾക്കാതിരിക്കരുത്. അങ്ങ് എന്റെ പാറയായ ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എന്നെ വീണ്ടെടുത്ത ദൈവം, എന്റെ സങ്കേതമായ ദൈവം, എന്റെ കോട്ടയായ ദൈവം. ദൈവമേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങ് കേൾക്കാതിരിക്കരുത്. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങ് കേൾക്കാതിരിക്കരുത്. ദൈവം കേൾക്കണം നമ്മുടെ പ്രാർത്ഥന. ദാവീദിന്റെ ആഗ്രഹം അത് മാത്രമായിരുന്നു. ദാവീദ് ആഗ്രഹിച്ചത് എന്തുവാ? ഞാൻ എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ, എന്റെ പാറയായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കരുത്. സ്തോത്രം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കണം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടാൽ ആ ദൈവം എന്നോട് സംസാരിക്കും. ആ ഉറപ്പായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. സന്തോഷമുണ്ടോ ദൈവമക്കൾ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമൈതല്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, നീ മിണ്ടാതെ ഇരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. സ്വോത്രം, സ്വോത്രം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്ന ദൈവം, നിലവിളിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണം. ആ പ്രാർത്ഥന കേൾക്കാതിരിക്കരുത്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പോ ആ ദൈവം നമ്മോട് സംസാരിക്കും. തന്റെ വചനത്തിലൂടെ സംസാരിക്കും. ചിലപ്പോൾ പ്രഭാതത്തിൽ ഒരു വാക്യത്തിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുന്നത്. ചിലപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ആയിരിക്കും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അവൻ ദൈവം സംസാരിക്കുന്നവർ അവൻ കുഴിയിലിറങ്ങാൻ ഇടയാകത്തില്ല. അവൻ ദൈവമേ, അങ്ങ് മിണ്ടാതിരിക്കരുത്. ദാവീദ് ദൈവസന്നിധിയിൽ പറയുക, അങ്ങ് മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ദാവീദിന്റെ ആത്മീയ ആഗ്രഹം കണ്ടോ? ആത്മീയ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവവൈദ്യം, ഈ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ഈ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. എന്തായിരിക്കണം നമ്മുടെ ആഗ്രഹം?
എന്തായിരിക്കണം നമ്മുടെ ആഗ്രഹം? സ്തോത്ര ഹല്ലേലൂയ. ദൈവമേ, എന്റെ നിലവിളി അങ്ങ് കേൾക്കണമേ, എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ. എന്റെ പാറയാകുന്ന ദൈവമേ, എന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, എന്റെ കോട്ടയായ ദൈവമേ, എന്റെ ആശ്രയം അങ്ങിൽ മാത്രമാ. എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടാ അങ്ങ് എന്നോട് സംസാരിക്കുമെന്ന ഉറപ്പ് പ്രാർത്ഥിക്കുന്ന ദൈവവൈതല് നമുക്കുണ്ടായിരിക്കണം. ഈ ഉറപ്പ് നമുക്കുണ്ടോ? ഈ ഉറപ്പോടാണോ പ്രാർത്ഥിക്കുന്നത്? അതോ വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചു പോവുകയാണ്? ദൈവമക്കളെ, ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ അവൻ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നടക്കുന്ന വിടുതൽ എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പൈതല്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതല്, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതല്, നീ കുഴിയിൽ കടക്കാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കേണ്ടത്. നീ കുഴിയിൽ ഇറങ്ങാതിരിക്കണമെങ്കിൽ, നാശത്തിന്റെ കുഴിയിലേക്ക് ഇറങ്ങി പോകാതിരിക്കണമെങ്കിൽ, നാശത്തിന്റെ കുഴിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ച് ദൈവം നിർത്തിയിരിക്കുന്നത് വീണ്ടും ആ കുഴിയിൽ ഇറങ്ങാനല്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ദൈവമേ, എന്നോട് ദൈവം ആമേ സംസാരിക്കണം. എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ ദൈവം എന്നോട് സംസാരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ വിശ്വാസം നമുക്കുണ്ടായി, ഈ ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കും. ആ ദാവീദിനോട് ദൈവം സംസാരിച്ചു. ആ ദാവീദിനോട് ദൈവം ഇടപെട്ടത് കൊണ്ട് ആമേ സ്തോത്ര ഹല്ലേലൂയ. ദാവീദ് കുഴിയിൽ ഇറങ്ങാൻ ദൈവം അനുവദിച്ചില്ല. ആമേ ദാവീദിനെതിരായി നിന്നവർ അനേകര് ആമേ കുഴിയിൽ ഇറങ്ങേണ്ട വന്നു. അവർ കുഴിയിൽ ഇറങ്ങിപ്പോയി. എന്നാൽ ആമേ സ്തോത്രം, ദാവീദിനെ കുഴിയിൽ ഇറക്കുവാൻ ദൈവം അനുവദിച്ചില്ല. എന്താ കാരണം? പ്രാർത്ഥന ദൈവം കേട്ടു. ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടു? അഭിഷിക്തന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അഭിഷേകം പ്രാപിച്ച് അഭിഷേകത്തിന്റെ നിറവ് ദൈവസന്നിധി നിൽക്കുന്ന ദൈവമൈതല്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിന്റെ നിലവിളി ദൈവം കേട്ട ദൈവം നിന്നോട് സംസാരിക്കും. നിന്നോട് സംസാരിച്ച ദൈവം നിന്നോട് ഇടപെട്ട ദൈവത്തിന്റെ വചനം നിന്നോട് ഇടപെട്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം നീ കുഴിയിലിറങ്ങാ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. പിശാച് നിന്നെ കുഴിയിലിറക്കാം, പിശാച് നിന്നെ കുഴിയിലാക്കാം. അവൻ ശ്രമിക്കും. എന്നാൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ ഉണ്ടെങ്കിൽ ഒരു കുഴിയിലും കാരണം എന്റെ ദൈവം എന്നോട് ഞാൻ എവിടെയായിരിക്കുന്നു എന്റെ ദൈവം അറിയാം. ഞാൻ എങ്ങനെയായിരിക്കുന്നു എന്ന് എന്റെ ദൈവം അറിയും. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. 143 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. കുഴിയിൽ ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം അവിടെ കടന്നു വന്നു. ദാവീദിന്റെ ജീവിതത്തിലും ആ അവസ്ഥ കടന്നു വന്നു. അഭിഷിക്തനായിരുന്ന ദാവീദിന്റെ ജീവിതത്തിലും അവസ്ഥ കടന്നു വന്നു. കാരണം ശത്രുവിന്റെ പ്ലാൻ എന്തുവാ? ശത്രു ഒരുക്കിയ കുഴിയിൽ ആമേൻ അഭിഷിക്തനെ ഇറക്കണം. ഇതാ ശത്രുവിന്റെ പദ്ധതി കേട്ടോ. സ്വത്രം വചനത്തിലൂടെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക. ആമേൻ. ഒത്തിരി ദൂതൊന്നും കേട്ടില്ലെങ്കിലും, ഒത്തിരി ആലോചനയൊന്നും കേട്ടില്ലെങ്കിലും, ഇന്ന് സന്ധ്യയിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുക, ശത്രു നിനക്കെതിരെ കുഴി, ആ കുഴിയിൽ ഇറങ്ങാൻ ദൈവം അനുവദിക്കാതിരിക്കണമെങ്കിൽ യഹോവേ വേഗം എനിക്ക് ഉത്തരമറിയണം. എന്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാംക്ഷ ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവിനോട് ചേരുവാനുള്ള ഒരു കാംക്ഷ ദൈവസന്നിധിയിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ വേഗം ഉത്തരമരുളുന്ന ദൈവം, വേഗം നമ്മെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. വേഗം എനിക്ക് ഉത്തരമരുളണമേ. കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആരാധിക്കാൻ സന്തോഷമുള്ള ദൈവം. സ്തോത്രം. ദൈവമേ, അങ്ങയുടെ മുഖം മറയ്ക്കരുത്. ദൈവത്തിന്റെ മുഖം അഭിഷിക്തന് മറയപ്പെട്ടാൽ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പിശാചിന്റെ കുഴിയിൽ അകപ്പെട്ടു പോകും. രാത്രി വചനത്തിലൂടെ സങ്കീർത്തനത്തിലൂടെ ആത്മീയ പ്രബോധനം നമുക്ക് ദൈവം നൽകുമ്പോ സ്തോത്രം സ്തോത്രം. കുഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ
കുഴി ഒരുക്കി വെക്കുന്നുണ്ട്. ആര്? ശത്രുവാകുന്ന പിശാച് ഒരുക്കി വെക്കും. ആരെ അകപ്പെടുത്താൻ? അഭിഷിക്തനെ അകപ്പെടുത്തുവാൻ. എന്നാൽ ദൈവത്തിന്റെ പൈതലിൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവം നിന്നോട് നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആലോചന നീ പ്രാപിച്ചുകൊണ്ട് ആത്മീയ നന്മകൾ പ്രാപിച്ചുകൊണ്ട് ആത്മീയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ദൈവസന്നിധി മുൻപോട്ട് പോയ വേഗം ഉത്തരമരുളുന്ന ദൈവം, വേഗം നിന്നെ വിടുവിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ പകർന്നു നിനക്ക് എതിരായി ഒരുക്കി വെച്ച കുഴിക്കകത്ത് നീ അകപ്പെട്ടു പോകാതെ നിന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആത്മാവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കും. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതെ നിന്റെ മുഖത്തെ ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. നമ്മുടെ ആഗ്രഹം അതാണോ? നമ്മളിരുന്ന് വിഷമിക്കുക, സഹോദരി എനിക്ക് മുഖം മറച്ചു, പാസ്റ്റർ എനിക്ക് മുഖം മറച്ചു, സഹോദരൻ എനിക്ക് മുഖം എന്ന് വെച്ചാൽ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയാൽ എന്തോ വിഷമാണെന്നറിയോ, എന്തോ പരാതിയാണെന്നറിയോ. അതങ്ങനെ അങ്ങ് കിടക്കുമെന്ന്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങോട്ട് വിട്ടു മാറത്തില്ല, അങ്ങ് കിടക്കുക. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ഇതില് നിന്റെ വീട്ടിലുള്ളവര് നിന്നെ നോക്കണ്ട, നിന്റെ നാട്ടുകാർ നിന്നെ കാണണ്ട. ആരൊക്കെ നിനക്ക് മുഖം മറച്ചോട്ട്, ആരെല്ലാം നിനക്ക് മുഖം മറച്ചാലും ദൈവം നിനക്ക് മുഖം മറയ്ക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ മുഖം നമുക്ക് മറവായിരിക്കുന്നില്ലെങ്കിൽ, മറവാകാതെ ദൈവത്തിന്റെ മുഖം എന്നെ നോക്കിക്കൊണ്ട്, എന്റെ മുഖം ദൈവത്തെ നോക്കിക്കൊണ്ട്, എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനായി കാക്ഷിച്ചുകൊണ്ട് സ്വന്തം ദൈവസന്നിധി നിൽക്കുന്നെങ്കിൽ എനിക്ക് വേഗം ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേഗം ഉത്തരമരുളിയ ഒരു കുഴിയിൽ ഞാൻ അകപ്പെടും. സന്തോഷമുണ്ടോ ദൈവം? സന്തോഷമുണ്ടോ ദൈവം? ഇന്ന് രാത്രി കുഴി ശത്രു ഒരുക്കുന്നത്, ആ കുഴിക്കകത്തത് ഒരു ആവിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക കേട്ടോ. ഈ നാളുകളിൽ ശത്രുവിന്റെ ലക്ഷ്യം കുഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് കുഴികളുണ്ട്. അവിടെ അഭിഷിക്തനെ വീഴ്ത്താൻ ആ ശത്രുവിന്റെ പ്ലാന്. എന്നാൽ അഭിഷിക്തൻ അതിനകത്ത് വീഴത്തില്ല. കാരണം എന്താ? ദൈവത്തിന്റെ മുഖം അവന് മറവായിരിക്കത്തില്ല. ദൈവത്തിന്റെ മുഖം അവന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടി അഭിഷിക്തന്റെ മേലുണ്ട്, അവന്റെ കുടുംബത്തിന്റെ മേലുണ്ട്, അവന്റെ തലമുറ മേലുണ്ട്. സന്തോഷമുണ്ട്. ദൈവത്തിന്റെ മുഖം നമുക്ക് മറവാകരുത്. ദൈവത്തോട് പറയണം, പ്രാർത്ഥിക്കണം. നിരന്തരമാണ് ഈ പ്രാർത്ഥന. ദൈവത്തിന്റെ മുഖം നമുക്ക് ഒരിക്കലും മറവാ. നമ്മുടെ ആത്മാവ് എവിടെയാ കാക്ഷിക്കുന്നത്? ദൈവത്തോടൊപ്പം, ദൈവത്തോട് ചേരുക. നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. സ്വത്രം സ്വത്രം. ആ ഉത്സാഹം നമുക്കുണ്ടാകണം, ആ താല്പര്യം നമുക്കുണ്ടാകണം, ആ ധൈര്യം നമുക്കുണ്ടാകണം. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ ദാവീദിനെ തകർത്തു കളയാനായിരുന്നു. ദാവീദിനെതിരെ കടന്നു വന്ന പ്രശ്നങ്ങൾ പലപ്പോഴും അവനെ നാശകരമായ കുഴിയിലേക്ക് തള്ളിയിടാനുള്ളതായിരുന്നു എന്ന് രാത്രി പരിശുദ്ധാത്മാ പറയട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന പല പ്രതികൂലങ്ങളും പല പ്രശ്നങ്ങളും നാശത്തിന്റെ കുഴിയിലേക്ക് നിന്നെ തള്ളിയിടാനുള്ളതായിരുന്നു. എന്നാൽ ദൈവസന്നിധിന്റെ നിലവിളി ദൈവം കേട്ട ദൈവം നിന്നോട് സംസാരിക്കാൻ ഇടയാക്കി. ദൈവസഭയിൽ കടന്നു വന്നു. ദൈവസഭയിൽ കടന്നു വന്ന നിമിത്തം ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെട്ടു. ദൈവത്തിന്റെ വചനത്തിലൂടെ നിന്നോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആലോചന നീ പ്രാപിച്ച് ദൈവസന്നിധി നിന്നതുകൊണ്ട് ദൈവത്തിന്റെ മുഖം നിനക്ക് മറവാകാതെ, ദൈവത്തിന്റെ മുഖം നിന്നെ മറയ്ക്കാതെ ദൈവസന്നിധി നിന്നതുകൊണ്ട് നാശത്തിന്റെ കുഴിയിലേക്ക് നീ ഇറങ്ങുവാൻ ഇടവന്നില്ല. ഈ കൃപയിൽ മുൻപോട്ട് പോകണം. ഈ കൃപയിൽ തന്നെ മുൻപോട്ട് പോകണം. പിശാചിന്റെ ലക്ഷ്യം അവൻ മാറ്റത്തില്ല. അവന്റെ പണി അവൻ നിർത്തത്തില്ല. അവൻ കുഴി കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അവന്റെ കുഴി ഭയങ്കരമാ. ഒരുപാട് കുഴി അവൻ കുഴിക്കും. പലരും ആ കുഴിക്കകത്ത് വീഴും. കുഴിക്കകത്ത് വീഴുന്നവരാരാ? ദൈവത്തിന്റെ മുഖം ആർക്ക് മറവാകുന്നു അവൻ ആ കുഴിക്കകത്ത് വീഴും. എന്താ ദൈവത്തിന്റെ മുഖം മറവാകുന്നതിന്റെ കാരണം? ദൈവത്തിന്റെ വചനം അനുസരിക്കേണ്ടവോ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടവോ,
പ്രമാണിക്കേണ്ടവർ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കേണ്ടവർ, ദൈവസനിൽ ആത്മീയമായി നന്മ പ്രാപിച്ചുകൊണ്ട് ദൈവസനിൽ നിൽക്കേണ്ടവർ ദൈവസനിൽ നിൽക്കണം. പല ഭക്തന്മാരും വീണ ആമി ഒരു പോർക്കളമായിട്ട് വീഴാനുള്ള കാരണം എന്താ? ദൈവസനിൽ അനുസരണക്കേട് കാണിച്ച നിമിത്തം പലരും വീണുവെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ഈ ചെറിയ ആട്ടിൻകൂട്ടത്തോട് ദൈവത്തിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ മുഖം നമുക്ക് മറവാകരുത്. ആരെന്റെ മുഖം നമുക്ക് മറവായാലും, ആരെല്ലാം നമ്മെ കാണാതെ പോയാലും, ആരെല്ലാം നമ്മെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കംപ്ലൈന്റും വേണ്ട, ഒരു ഭാരവും എനിക്ക് വേണ്ട, ഒരു ഭാരവും നിനക്ക് വേണ്ട. എന്റെ ദൈവം എന്നെ കാണാനുണ്ട്, എന്റെ ദൈവം എന്നെ അറിയാനുണ്ട്. ആ ദൈവം എന്നെ അതിശയകരമായി നടത്തും. ആ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. ആ ദൈവം എന്നോട് സംസാരിക്കും. ആ ദൈവം എന്നോട് ഇടപെടും. ആ ദൈവം എനിക്ക് വേണ്ട ആലോചന തരും. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കും. സമയം മുൻപോട്ട് പോകുന്നല്ലോ. സങ്കീർത്തനം 18-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ ദൈവമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ നിലവിളിക്കുന്ന നമ്മുടെ ദൈവം എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാണ്. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ അതാകുന്നു. എന്റെ ദൈവമാണോ എന്റെ ശൈലം? എന്റെ ദൈവമാണോ എന്റെ കോട്ട? എന്റെ ദൈവമാണോ എന്റെ രക്ഷകൻ? എന്റെ ദൈവമാണോ എന്റെ ശരണം? എന്റെ ദൈവമാണോ എന്റെ പാറ? എന്റെ പരിചയം എന്റെ ദൈവമാണോ? എന്റെ രക്ഷയും എന്റെ കൊമ്പും എന്റെ ഗോപുരവും എന്റെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ മുഖം എനിക്ക് മറവാകാതിരുന്നാൽ, ആ ദൈവത്തിന്റെ മുഖം എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ, എനിക്ക് സങ്കേതമാകേണ്ടിടത്ത്, എനിക്ക് കോട്ടയായി ഇറങ്ങേണ്ടിടത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങും. ആരും എനിക്ക് വേണ്ടി ഇറങ്ങിയില്ലേലും എന്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങും. കാരണം എന്റെ ദൈവം എന്റെ ശരണമാണ്, എന്റെ കോട്ടയായ എന്റെ ദൈവം, എന്റെ സങ്കേതമായ എന്റെ ദൈവം, എന്റെ പാറയായ എന്റെ ദൈവം. ഞാൻ ആ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനാണ്. കുഴിയിലേക്ക് ഇറങ്ങേണ്ടത് ശത്രുവാണ്. ദുഷ്ടന് വേണ്ടി ആ ദൈവം കുഴിയൊരുക്കി വെച്ചു. ആ കുഴിക്കകത്ത് ദുഷ്ടനെ ദൈവം വീഴ്ത്തും. സ്വന്തം ദൈവം വീഴ്ത്തും. ദൈവമക്കൾ കുഴിക്കകത്ത് പോകേണ്ടവരല്ല. ആമേൻ, സ്തോത്രം. ആമേൻ, ഹാലി. ദൈവമക്കൾ കുഴിക്കകത്ത് പോകേണ്ടവരല്ല. ആമേൻ, കുഴിയിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചത് നിത്യരാജ്യത്തിന്റെ അവകാശികളാക്കി തീർത്തിരിക്കുന്നത് ദൈവ കൃപയിൽ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ ആലോചന നിന്നുകൊണ്ട്, ദൈവത്തിന്റെ മുഖം നമുക്ക് മറവാകാതെ ദൈവസന്നിധി നിന്നുകൊണ്ട് മുൻപോട്ട് പോയാൽ ദൈവം നമുക്ക് സങ്കേതവും നമുക്ക് കോട്ടയുമായിരിക്കും. ആ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവിക വിടുതൽ പ്രാപിപ്പാൻ രാത്രി നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സന്തോഷമുണ്ടോ ദൈവമേ? എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം എന്റെ ദൈവം കേൾക്കും. എന്റെ നിലവിളി എന്റെ ദൈവം കേൾക്കും. ദൈവമേ, അങ്ങ് മിണ്ടാതിരിക്കരുത്. ദൈവത്തോട് പറയണമേ, ദൈവമേ, എന്റെ ദൈവമേ, അങ്ങ് മിണ്ടാതിരിക്കുക. അത്രമാത്രം ബന്ധം ദൈവത്തോടുണ്ട്. എന്നോട് എപ്പോഴും എന്നോട് എന്റെ ദൈവം സംസാരിക്കും. എന്റെ ദൈവം എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കണേ. എന്നെ കൈവിടരുതേ, എന്നെ തള്ളിക്കളയരുത്. എന്റെ സങ്കേതം എന്റെ ദൈവമാണ്, എന്റെ ശരണം എന്റെ ദൈവമാണ്, എന്റെ കോട്ട എന്റെ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ രാത്രി സ്വർഗം നമ്മയുടെ ഈ പ്രബോധനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.